ഹലോ മക്കളെ, നമ്മൾ ഇന്ന് സ്റ്റഡി ടൈമിൽ എടുക്കുന്നത് 3ാം ക്ലാസ്സിൻ്റെ EVSലെ 7ാമത്തെ ചാപ്റ്ററാണ് കേട്ടോ. ചാപ്റ്ററിൻ്റെ പേരാണ് ദ വേൾഡ് വി ലിവ് ഇൻ. അപ്പോൾ മക്കൾക്ക് ഇതിൻ്റെ മുൻപുള്ള ക്ലാസ്സുകളൊക്കെ വേണമെങ്കിൽ ക്ലാസ് 3 EVS എന്നുള്ള പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ പ്ലേലിസ്റ്റ് എങ്ങനെയാണ് ചെക്ക് ചെയ്യുകയെന്ന് വെച്ചാൽ നിങ്ങൾ ചാനലിൽ കയറിയിട്ട് വീഡിയോ, ഷോർട്സ്, പോഡ്കാസ്റ്റ് അങ്ങനെ വരുന്നതിൽ പ്ലേലിസ്റ്റ് എന്നുണ്ടാവും. അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് താഴേക്ക് നിങ്ങളുടെ ക്ലാസ്സിൻ്റെ ഓരോ സബ്ജക്റ്റിൻ്റെയും കാണാം, മറ്റ് ക്ലാസ്സുകളുടേതും കാണാം കേട്ടോ. അപ്പോൾ അത് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ പാഠഭാഗത്തിലേക്ക് കടക്കാം. ദ വേൾഡ് വി ലിവ് ഇൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നാം ജീവിക്കുന്ന ലോകമാണ് അല്ലേ. അപ്പോൾ ഇവിടെ എന്താ തന്നിട്ടുള്ളത് നോക്കിക്കേ. ഇവിടെ ചിത്രത്തിൽ 2 കുട്ടികൾ തമ്മിൽ എന്തിനോ തർക്കിക്കുന്നതായിട്ട് കാണാം അല്ലേ. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ളത് വെൻ ദ ടീച്ചർ എൻറ്റേർഡ് ദ ക്ലാസ് സമത ആൻഡ് സയാൻ വേർ ഇൻ എ ഡിബേറ്റ്. ടീച്ചർ ക്ലാസ്സിലെത്തിയപ്പോൾ സമതയും സയാനും തമ്മിൽ എന്തിനോ തർക്കം നടക്കുകയാണ്. സയാൻ എന്താ പറയുന്നത്? ദ എർത്ത് ഈസ് ഫ്ലാറ്റ് ഇൻഡീഡ്, ഐ ആം ഷുവർ. ഭൂമി പരന്നത് തന്നെയാണ്, എനിക്ക് ഉറപ്പാണെന്ന് പറയാണ് സയാൻ. അപ്പോൾ സമത പറയാണ് നോ ഇറ്റ് ഈസ് ഇൻ സോ ഇഫ് ഇറ്റ് ഈസ് ഫ്ലാറ്റ്. ഷുഡിൻറ്റ് എന്താ പറയുന്നത്? ഷുഡിൻറ്റ് എർത്ത് ഹാവ് എ ബൗണ്ടറി. അങ്ങനെയല്ല, പരന്നതെങ്കിൽ ഭൂമിക്ക് ഒരു അതിര് വേണ്ടേ എന്ന്. പരന്ന് കിടക്കുകയാണെങ്കിൽ എവിടെയെങ്കിലും ഒരു അതിര് വേണ്ടേ എന്ന് പറയാണ്. അപ്പോൾ സയാൻ പറയാണ് ഈസ് ഇൻ ദ സീ ദ എർത്ത്സ് ബൗണ്ടറി. അപ്പോൾ കടലല്ലേ ഭൂമിയുടെ അതിര്. ഭൂമിയുടെ അതിര് എന്ന് പറയുന്നത് കടലാണ് എന്ന് ആര് പറയാണ്? സയാൻ പറയുകയാണ്. ദ ടീച്ചർ എൻഗേജ്ഡ് വിത്ത് ദെയർ ഡൗട്ട്സ്. അപ്പോൾ എന്താണ്? ടീച്ചർ അവരുടെ സംശയത്തിൽ ഇടപെടുകയാണ്. ദെൻ വാട്ട് ഇഫ് വി ഗോ ഫർദർ ഫോർവേഡ് ഔട്ട് ടു ദ സീ. എങ്കിൽ കടലിലൂടെ വീണ്ടും മുന്നോട്ട് പോയാലോ? ഇഫ് വി കണ്ടിന്യൂ അവർ ജേണി ലൈക്ക് ദാറ്റ് വേർ വിൽ ഇറ്റ് എൻഡ്. അങ്ങനെ യാത്ര അങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുക, കടലിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടേ ഇരുന്നാൽ അത് എവിടെ ചെന്നായിരിക്കും അവസാനിക്കുക? വേർ ഷുഡ് വി ട്രാവൽ അപ്പ് ടു ഇഫ് വി വാണ്ട് ടു സീ ദ ഹോൾ എർത്ത്. ഭൂമിയെ മുഴുവനായി കാണണമെങ്കിൽ നമ്മൾ എവിടെ വരെ യാത്ര ചെയ്യണം? ഇനി ഇവിടെ ഭൂമിയുടെ ഒരു ചിത്രം തന്നിട്ടുണ്ട്. ദ ഷേപ്പ് ഓഫ് ദ എർത്ത് അല്ലേ. ഏത് ഷേപ്പാണ്? ഭൂമിയുടെ ആകൃതി എന്താണ്? ലുക്ക് അറ്റ് ദ പിക്ചർ ഓഫ് എ എർത്ത് ടേക്കൺ ഫ്രം സ്പേസ്. ബഹിരാകാശത്ത് നിന്നും എടുത്ത ഭൂമിയുടെ ചിത്രമാണ് താഴെ കൊടുത്തിട്ടുള്ളത്. ഇൻ ദിസ് പിക്ചർ ഇൻ വിച്ച് ഷേപ്പ് ഡു യു സീ ദ എർത്ത്. ഈ ചിത്രത്തിൽ ഏത് ആകൃതിയിലാണ് നിങ്ങൾ ഭൂമിയെ കാണുന്നത്? അപ്പോൾ ഇവിടെ ഒരു കുട്ടി എന്താ ചോദിക്കുന്നത്? വി സീ ദ എർത്ത് ആസ് ഫ്ലാറ്റ് ഡോണ്ട് വി അല്ലേ. പക്ഷേ ഭൂമി പരന്നതായിട്ടാണല്ലോ നാം കാണുന്നത്, നമ്മൾ പരന്നതായിട്ടാണല്ലോ കാണുന്നത്. ഇതിലെന്ത് ഷേപ്പിലാണ് നിങ്ങൾ കാണുന്നത്? ക്യാൻ വി റെക്കഗ്നൈസ് ദ ഷേപ്പ് ഓഫ് ദ എർത്ത് ബൈ സീയിങ് ഓൺലി എ സ്മോൾ പാർട്ട് ഓഫ് ഇറ്റ് അല്ലേ. ഒരു ചെറിയ ഭാഗം മാത്രം കണ്ടാൽ ഭൂമിയുടെ ആകൃതി തിരിച്ചറിയാൻ കഴിയോ? അപ്പോൾ ഭൂമിയുടെ ആകൃതി എന്താണ്? സ്ഫെറിക്കലാണ് അല്ലേ, ഗോളാകൃതിയാണ്. അപ്പോൾ ഈ കുട്ടി ഒരു സംശയം ചോദിക്കുകയാണ്, നമ്മൾ പക്ഷേ കാണുമ്പോൾ പരന്നിട്ടാണല്ലോ എന്ന്. അതെന്തുകൊണ്ടാണ്? ഭൂമിയുടെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് നമ്മൾ കാണുന്നത് അല്ലേ. അതുകൊണ്ടാണ് നമുക്ക് ഭൂമി പരന്നിട്ടാണെന്ന് തോന്നുന്നത്. ഇതിനായിട്ട് നമുക്കൊരു ചെറിയ എക്സ്പെരിമെൻ്റ് ചെയ്ത് നോക്കാം. ലെറ്റ്സ് ഫൈൻഡ് ഔട്ട് അല്ലേ, കണ്ടെത്താം. ടേക്ക് എ പ്ലാസ്റ്റിക് ബോൾ ആൻഡ് മാർക്ക് എ സ്ക്വയർ ഓൺ ഇറ്റ്. ഒരു പ്ലാസ്റ്റിക് പന്തെടുത്തിട്ട് അതിലൊരു ചതുരം അടയാളപ്പെടുത്തുക. കട്ട് ഔട്ട് ദാറ്റ് പാർട്ട്. എന്നിട്ടോ ആ ഭാഗം മുറിച്ചെടുക്കുക. ഈസ് ദ കട്ട് ഔട്ട് പാർട്ട് റൗണ്ട് ഓർ ഫ്ലാറ്റ്. മുറിച്ചെടുത്ത ഭാഗം ഉരുണ്ടതോ പരന്നതോ? ഏതാണ്? ഇഫ് ദ ബോൾ ഈസ് ദ എർത്ത്. ബോൾ നമ്മൾ എർത്തായിട്ട് ഭൂമിയായിട്ട് വിചാരിക്കുക. ചതുരോ നമ്മൾ നിൽക്കുന്ന ഒരു പ്രദേശമായിട്ട് വിചാരിക്കണം. ആൻഡ് ദ സ്ക്വയർ ഈസ് അവർ ലൊക്കാലിറ്റി. ക്യാൻ യു സേ ദ റീസൺ വൈ വി ഡോണ്ട് എക്സ്പീരിയൻസ് ദ സ്ഫെറിക്കൽ ഷേപ്പ് ഓഫ് ദ എർത്ത്. അപ്പോൾ പന്ത് എന്താണ്? ബോൾ ഭൂമിയും ചതുരം നമ്മുടെ പ്രദേശവും ആണെങ്കിൽ ഭൂമിയുടെ ഗോളാകൃതി കാഴ്ചയിൽ നമുക്ക് അനുഭവപ്പെടാത്തതിൻ്റെ കാരണം എന്താണ്? അതിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് നമ്മൾ കാണുന്നത് അല്ലേ. റൗണ്ട് ഷേപ്ഡ് ഒബ്ജക്റ്റ് ആർ കോൾഡ് സ്ഫിയേഴ്സ്. എന്താണ്? ഉരുണ്ട ആകൃതിയിലുള്ള വസ്തുക്കളെ നമുക്ക് ഗോളം, സ്ഫിയേഴ്സ് എന്ന് വിളിക്കാം. ഇനി ഇവിടെ മെഗല്ലൻ്റെ യാത്ര തന്നിട്ടുണ്ട്. നമുക്ക് എന്താണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്? ഭൂമി ഉരുണ്ടതാണെന്ന് ചില കപ്പൽ യാത്രക്കാർ വളരെ മുൻപേ മനസ്സിലാക്കിയിരുന്നു. അവരിൽ ആദ്യത്തെയാളാണ് ഫെർഡിനൻഡ് മെഗല്ലൻ. മെഗല്ലനും കൂട്ടരും ഒരു പായ്ക്കപ്പലിൽ യാത്ര തുടങ്ങി. ഒരേ ദിശയിലാണ് അവർ സഞ്ചരിച്ചത്. യാത്ര വളരെ പതുക്കെയായിരുന്നു. വർഷങ്ങൾക്കൊടുവിൽ ആ പായ്ക്കപ്പൽ യാത്ര തുടങ്ങിയ സ്ഥലത്ത് തന്നെ എത്തിച്ചേർന്നു. കുറേ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ യാത്ര തുടങ്ങിയ സ്ഥലത്ത് തന്നെ തിരിച്ചെത്തി. എന്തായിരിക്കും ഇത് സംഭവിച്ചത്? എന്താണ്?
അപ്പോൾ ഭൂമി ഉരുണ്ടതായതുകൊണ്ട് തന്നെ വീണ്ടും തിരിച്ചെത്തിയതാണ് അല്ലേ. ഇവിടെ മെഗലൻ്റെ കപ്പലിൻ്റെ ഒരു മോഡൽ കൊടുത്തിട്ടുണ്ട്. അടുത്തത് മോഡൽ ഓഫ് ദ എർത്ത്, ഭൂമിയുടെ ഒരു മാതൃക ഉണ്ടാക്കിയാലോ. ഇഫ് വി മേക്ക് എ സ്മോൾ മോഡൽ ഓഫ് ദ എർത്ത് വാട്ട് വിൽ ഇറ്റ് ബി ലൈക്ക്. ഭൂമിയുടെ ഒരു ചെറു മാതൃക ഉണ്ടാക്കിയാൽ അത് എങ്ങനെയായിരിക്കും? അപ്പോൾ ഇവിടെ ഒരു ഗ്ലോബിൻ്റെ ചിത്രം തന്നിട്ടുണ്ട് അല്ലേ. എന്താ പറയുന്നത്? ഫ്രണ്ട്സ്, ഐ ആം എ ഗ്ലോബ് അല്ലേ. കൂട്ടുകാരെ, ഞാനാണ് ഗ്ലോബ്. ഐ ആം എ സ്മോൾ മോഡൽ ഓഫ് ദ എർത്ത്, ഞാൻ ഭൂമിയുടെ ഒരു ചെറിയ മാതൃകയാണ്. പ്ലീസ് യൂസ് മീ ടു സ്റ്റഡി അബൌട്ട് ദ എർത്ത്. അപ്പോൾ ഭൂമിയെക്കുറിച്ച് പഠിക്കാൻ എന്നെ ഉപയോഗിക്കൂ എന്നാണ് ഗ്ലോബ് പറയുന്നത്. നൗ ഷോൾ വി ഒബ്സർവ് ദ ഗ്ലോബ്. അപ്പോൾ ഇനി നമുക്ക് ഗ്ലോബ് ഒന്ന് നിരീക്ഷിച്ചാലോ. വിച്ച് കളർ ഡു യു സീ ദ മോസ്റ്റ് ഓൺ ദ ഗ്ലോബ്. അപ്പോൾ ഗ്ലോബിൽ ഏറ്റവും കൂടുതലായിട്ട് കാണുന്ന നിറം ഏതാണ്? ബ്ലൂ ആണ് അല്ലേ. വാട്ട് ഡസ് ദിസ് റിപ്രസെൻറ്റ്. ഇത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? സീ ആണ്, കടലിനെയാണ് സൂചിപ്പിക്കുന്നത്. വാട്ട് അബൌട്ട് ദ പാർട്സ് ഇൻ അതർ കളേഴ്സ്. അപ്പോൾ മറ്റ് നിറങ്ങളിൽ കാണുന്ന ഭാഗങ്ങൾ ഏതാണ്ട്? ലാൻഡ് ആണ് അല്ലേ, കരയാണ്. ഈസ് ദ ലാൻഡ് ഏരിയ ഓർ ദ സീ ഏരിയ ലാർജസ്റ്റ് ഇൻ സൈസ്. അപ്പോൾ കരഭാഗമാണോ കടൽ ഭാഗമാണോ കടലാണോ കൂടുതൽ എന്ന്? ഏതാണ്? സീ ആണ് അല്ലേ, കടലാണ് കൂടുതൽ. ലാൻഡ് ഏരിയയുടെ ഏകദേശം 2 മടങ്ങോളം കൂടുതലാണ് സീ ഏരിയ അല്ലേ. കടൽ ഭാഗം എന്ന് പറയുന്നത് കരഭാഗത്തിനെക്കാട്ടിലും ഇരട്ടിയിലധികമാണ്. നെക്സ്റ്റ് ലെറ്റ്സ് ലുക്ക് അറ്റ് ദ സ്കൈ അല്ലേ. ആകാശം നോക്കാം. ഹാവ് യു ലുക്ക്ഡ് അപ്പ് അറ്റ് ദ സ്കൈ അല്ലേ. നിങ്ങൾ ആകാശത്തേക്ക് നോക്കിയിട്ടില്ലേ? ഉണ്ട് അല്ലേ. വാട്ട് ആർ ദ സൈഡ്സ് ഇൻ ദ സ്കൈ. എന്തെല്ലാം കാഴ്ചകളാണ് ആകാശത്തുള്ളത്? സൺ അല്ലേ, മൂൺ, സ്റ്റാർസ് എക്സെട്ര. വേർ ഓൾ ഡു യു സീ ദ സ്കൈ. ആകാശം എവിടെയെല്ലാം കാണുന്നുണ്ട്? നമുക്ക് നോക്കുമ്പോൾ നമ്മുടെ മുകളിലായിട്ടാണ് കാണുന്നതെങ്കിലും എവിടെയുണ്ട്? ഭൂമിക്ക് ചുറ്റുമായിട്ടുണ്ട് അല്ലേ. ഡു യു സീ ദ സ്കൈ ഓൺലി എബവ് യുവർ ഹെഡ് അല്ലേ. തലയ്ക്ക് മുകളിൽ മാത്രമാണോ ആകാശം കാണുന്നത്? അല്ല അല്ലേ. ഗോ ടു ദ മിഡിൽ ഓഫ് ദ പ്ലേ ഗ്രൗണ്ട് ആൻഡ് ഒബ്സർവ് ദ സ്കൈ. ഓൺ വിച്ച് സൈഡ്സ് ഓഫ് യു ഡു യു സീ ദ സ്കൈ. സ്കൂൾ മൈതാനത്തിന് നടുവിൽ ചെന്നിട്ട് ആകാശത്തിലേക്ക് നോക്കൂ. നിങ്ങളുടെ ഏതെല്ലാം വശങ്ങളിൽ ആകാശം കാണുന്നുണ്ട്? മക്കൾ നോക്കുക കേട്ടോ. ലുക്ക് അറ്റ് ദ ഇല്ലസ്ട്രേഷൻ ഓഫ് ദ എർത്ത് ആൻഡ് ദ സ്കൈ അല്ലേ. ഭൂമിയുടെയും ആകാശത്തിൻ്റെയും ചിത്രം നോക്കിക്കേ. ആകാശം എവിടെയാണ്, ഭൂമി എവിടെയാണെന്നൊക്കെ കണ്ടില്ലേ. ഇൻ വിച്ച് പാർട്സ് ഓഫ് ദ എർത്ത് ഡു യു സീ ദ സ്കൈ. ആകാശം ഭൂമിയുടെ ഏതെല്ലാം ഭാഗങ്ങളിൽ കാണുന്നുണ്ട്? ദർ ആർ അതർ സ്ഫിയേഴ്സ് ഇൻ ദ സ്കൈ അതർ ദാൻ ദ എർത്ത് ആർ ഇൻ ദ വിച്ച് ആർ ദേ. കംപ്ലീറ്റ് ദ വേർഡ് സൺ. ആകാശത്ത് ഭൂമിയല്ലാതെ മറ്റ് പല ഗോളങ്ങളുണ്ടല്ലോ. ഏതൊക്കെയാണവ? അപ്പോൾ അത് സൂര്യൻ പൂർത്തിയാക്കാനാണ്. അപ്പോൾ ഇവിടെ നോക്കുക. സ്കൈ, എർത്ത് തന്നിട്ടുണ്ട്, ഭൂമി തന്നിട്ടുണ്ട്. വേറെ ഏതൊക്കെയാണ് ചിത്രത്തിൽ നോക്കിക്കേ. സണ്ണുണ്ട്, പിന്നെയോ മൂണുണ്ട്, പിന്നെ സ്റ്റാർസ് ഉണ്ട് അല്ലേ. നെക്സ്റ്റ് വേർ ആർ ദ സ്റ്റാർ ഡ്യൂറിങ് ദ ഡേ. പകൽ നക്ഷത്രങ്ങൾ എവിടെയാണ്? അപ്പോൾ കുട്ടി ചോദിക്കുന്ന, ടീച്ചർ വൈ കാൺ വി സീ ദ സ്റ്റാർസ് ഡ്യൂറിങ് ദ ഡേ. പകലെന്താ ടീച്ചർ നക്ഷത്രങ്ങളെ കാണാത്തത്? ലെറ്റ് us ഫൈൻഡ് ഔട്ട് ത്രൂ ആൻ എക്സ്പെരിമെൻറ്റ്. അപ്പോൾ നമുക്കൊരു പരീക്ഷണത്തിലൂടെ കണ്ടെത്താമെന്ന് ടീച്ചർ പറയാണ്. Illuminate a small white LED in an open area. Observe the light. Do the same activity in a closed dark room. Observe the difference in the intensity of light. What change did you observe? Is it hard to see the LED shining in the open area? What could be the reason for this? എന്താണ്? വെളുത്ത നിറത്തിലുള്ള ഒരു ചെറിയ LED സൂര്യപ്രകാശമുള്ള തുറസായ സ്ഥലത്ത് വെച്ച് പ്രകാശിപ്പിക്കുക. അതായത് നല്ല വെയിലുള്ള സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ഒരു LED വെച്ച് കത്തിക്കുക. വെളിച്ചം നിരീക്ഷിക്കുക. ഇതേ സംഭവം തന്നെ എന്ത് ചെയ്യുക? അടച്ചിട്ട നല്ലൊരു ഇരുട്ട് മുറിയിൽ കൊണ്ടുപോയിട്ട് LED കത്തിക്കുക. അപ്പോഴോ വെളിച്ചത്തിലുള്ള വ്യത്യാസം എന്തായിരിക്കും? എന്ത് മാറ്റമാണ് കണ്ടെത്തിയത്? തുറസായ സ്ഥലത്ത്, നല്ല വെയിലുള്ള സ്ഥലത്ത് വെളുത്ത LED കത്തിച്ചാൽ അത് കാണൂല അല്ലേ. നേരെ മറിച്ച് ഇരുട്ട് മുറിയിൽ കൊണ്ടുവച്ച് വെളുത്ത LED കത്തിച്ചാൽ നല്ല പ്രകാശമായിരിക്കും അല്ലേ, നല്ലപോലെ കാണാൻ പറ്റും. അത് തന്നെയാണ് അല്ലേ, പകൽ സമയം സൂര്യൻ്റെ പ്രകാശം കൊണ്ടാണ് നക്ഷത്രങ്ങളെ കാണാൻ സാധിക്കാത്തത്. വി കനോട്ട് സീ ദ സ്റ്റാർസ് ഡ്യൂറിങ് ദ ഡേ ബിക്കോസ് ഓഫ് ദ ലൈറ്റ് ഓഫ് ദ സൺ അല്ലേ. ദ സൺ ഈസ് ഓൾസോ എ സ്റ്റാർ. സൂര്യനും ഒരു നക്ഷത്രമാണ്. പിന്നെയോ ഇറ്റ് ഈസ് ദ സ്റ്റാർ ക്ലോസസ്റ്റ് ടു ദ എർത്ത് അല്ലേ. ഭൂമിയോട് ഏറ്റവും അടുത്തുള്ള നക്ഷത്രമാണ് എന്ത്? സൂര്യൻ.
അടുത്തത് സൂര്യനെ കുറിച്ചാണ്. ദ സൺ, ഇറ്റ് ഈസ് ദ ലൈറ്റ് ഫ്രം ദ സൺ ദാറ്റ് റീച്ചസ് ദ എർത്ത്. സൂര്യനിൽ നിന്നുള്ള പ്രകാശമാണല്ലോ ഭൂമിയിൽ ലഭിക്കുന്നത്. ഹാവിൻ യു സീൻ ദ സൺ ഇൻ അറ്റ് സൺറൈസ് ആൻഡ് സൺസെറ്റ്? ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യുന്ന സമയങ്ങളിൽ സൂര്യനെ നിങ്ങൾ കണ്ടിട്ടില്ലേ? കണ്ടിട്ടുണ്ടല്ലേ. ഇൻ വിച്ച് ഷേപ്പ് ഡു യു സീ ദ സൺ? ഏതാകൃതിയിലാണ് സൂര്യനെ നിങ്ങൾ കാണാറുള്ളത്? സ്ഫെറിക്കലാണല്ലേ, ഗോളാകൃതിയിലാണ്. ദ സൺ ഈസ് എ വെരി ലാർജ് സ്ഫിയർ കമ്പയർഡ് ടു ദ എർത്ത്. അല്ലേ, ഭൂമിയെ അപേക്ഷിച്ച് സൂര്യന് വളരെ വലിയ ഗോളമാണ്. Since it is so far away, the sun appears small to us when we look at it from the earth. അല്ലേ, വളരെ ദൂരമായതിനാലാണ് ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് സൂര്യൻ ചെറുതായിട്ട് തോന്നുന്നത്. അപ്പോൾ ഇത്രയും ഭാഗമാണ് ഈ ഒരു ക്ലാസ്സിൽ എടുക്കുന്നത്. പാർട്ട് 2 പെട്ടെന്ന് തന്നെ ചെയ്യാട്ടോ. അപ്പോൾ സ്റ്റഡി ടൈം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്തും കൂടെ കൊടുക്കുക കേട്ടോ. മറ്റൊരു ക്ലാസ്സിൽ കാണാം.